ഇപ്പോൾ നമ്മളിരിക്കുന്നത് നൂറയുടെ പല്ല് വെനീഴ്സ് ചെയ്ത് തന്ന നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ കൂടെയാണ്. അപ്പം നമ്മളിവിടെ വെനിയർ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാൻ വന്നിട്ടോ, കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ അലൈനറിൻ്റെ കാര്യം സെറ്റാക്കാനായിട്ട്. അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം ഇവിടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഉച്ചയായി. അപ്പോൾ പിന്നെ നമ്മളാരും ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ സ്വന്തം പോഞ്ഞിക്കരയിലോട്ട് വന്ന് ഉച്ചക്കത്തെ ലഞ്ച് കഴിച്ചു. അവിടുത്തെ ഊണ് ഒരു രക്ഷ ഉണ്ടാവുന്നില്ല കേട്ടോ. ഈ ഒരു ചമ്മന്തി അതെൻ്റെ ഫേവറേറ്റ് ആണ്, അത് ഭയങ്കര ടേസ്റ്റാണ്. ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ. പിന്നെ അവിടുത്തെ മീനും, ഞാൻ ഇപ്രാവശ്യം ഒറ്റക്കറിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. ചെമ്മീൻ്റെ കറി ഉണ്ടായിരുന്നു, അപ്പോൾ അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിച്ചേട്ടോ. ആരും വേസ്റ്റ് ആക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഫുഡ് തീരെ വേസ്റ്റ് ആക്കാത്ത ഡോക്ടറാണ് നമ്മുടെ ഡോക്ടർ. പുള്ളിക്കാരി എന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ മിക്കപ്പോഴും ജ്യൂസ് എടുക്കാറുണ്ട് കേട്ടോ. മറ്റേ നമ്മുടെ സീതപ്പഴമാണോ കസ്റ്റർഡ് ആപ്പിൾ ഇല്ലേ, അതിൻ്റെയൊക്കെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇറങ്ങിയത്, കാരണം നമുക്ക് പോണ വഴിക്ക് കുടിക്കാൻ നേരത്തിട്ട്. പിന്നെ ഒരു പച്ചമാങ്ങയുടെ ജ്യൂസ് ഉണ്ട് കേട്ടോ, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഒരു എരിവും പുളിയൊക്കെ വന്നിട്ട്, അപ്പോൾ അതുകൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നൂറിൻ്റെ പല്ല് കഴിഞ്ഞതിന് ശേഷം നേരെ എൻ്റെ പല്ലോട്ടാണല്ലോ കയറിയത്. എൻ്റെ പല്ല് കുറച്ച് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ അലൈനർ സെറ്റാക്കി തന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ അലൈനർ ഇട്ടിട്ടാണ് ഈ വോയിസ് ഓവർ എടുക്കുന്നത്. ഈ അലൈനറാണ് ഇട്ടേക്കുന്നത്. ഞാൻ വിചാരിച്ച് ഭയങ്കര ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടായിരിക്കുമെന്ന്, പക്ഷെ അങ്ങനെയൊന്നുമല്ല, എല്ലാം സെറ്റായിരുന്നു. പിന്നെ ദൈവനെ അവിടെയൊക്കെ സംസാരിച്ച് അങ്ങനെ ഇരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. അതിന് ശേഷം പോയി ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾക്ക് പോയി കിടന്ന് ഉറങ്ങിയിട്ടോ. അടുത്ത ദിവസം മീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു.